പ്രീതിയാണ് തന്നെ വിളിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് സുസ്മിത ഓരോ വട്ടവും അവൾക്ക് മുന്നിൽ നടത്തിയ വെല്ലുവിളികളിൽ തനിക്കെന്തോ അമാനുഷിക ശക്തിയുണ്ടെന്നും ശരീരം കോമയിലാണെങ്കിലും തനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്നുള്ള ബോധം പ്രീതിയുടെ ഉപബോധ മനസ്സിൽ ഉറച്ചു. അതും പ്രീതിയെ എഴുന്നേൽപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ പ്രീതി കോമയിൽ കിടന്നപ്പോ സുസ്മിത പറഞ്ഞതൊക്കെ പ്രീതിയുടെ മനസ്സിലുണ്ടാവില്ലേ ഡോക്ടർ? ഉപബോധ മനസ്സിലല്ലേ ശാലിനി, അത് ബോധ മനസ്സിന് ഓർത്തെടുക്കാൻ കഴിയണമെന്നില്ല. നമ്മുടെ ഉപബോധ മനസ്സിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുഴിച്ചുമൂടപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലതാണ് സ്വപ്നങ്ങളായും ദേജാവുമായും ചിലപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോ പ്രീതിക്ക് അതൊന്നും ഓർമ്മിച്ചെടുക്കാൻ കഴിയില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. സാധ്യത തീരെ തള്ളിക്കളയാൻ പറ്റില്ല. ഒരുപക്ഷെ ഒരു കടൽത്തിര പോലെ ഉപബോധ മനസ്സിൽ നിന്ന് അതെല്ലാം തികട്ടി പുറത്തേക്ക് വന്നേക്കാം. അല്ല, അപ്പോ ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത്? പ്രീതിയെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കുന്ന മനസ്സിന് തീർച്ചയായും നടത്താനും സാധിക്കും വിഷ്ണു. പ്രീതിയുടെ മനസ്സിന് ശരീരത്തെ കൊണ്ട് ഇനിയും അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും. എന്ന ശാലിനി അകത്തേക്കില്ല. അപ്പൊ വിഷ്ണു, ഞാൻ ഇറങ്ങുന്നു. അല്ല, ഈ സമയത്ത് ഡോക്ടർ പോയാല്? എനിക്ക് പോയേ പറ്റൂ വിഷ്ണു, ഒരു അർജന്റ് മീറ്റിംഗ് ഉള്ളതാ. അല്ല ഡോക്ടർ, അതിപ്പോ സാരമില്ല, ഞാൻ പോയ ഒരു ശാലിനി അറിയണ്ട. പലപ്പോഴും മരുന്നല്ല വിഷ്ണു ഫലം ചെയ്യുന്നത്, ഡോക്ടറോടുള്ള വിശ്വാസമാണ്. അത് കളയണ്ട. വിഷ്ണുവും ശാലിനിയുമാണ് ഇവിടുത്തെ ഹീറോയിനും. ഞാനൊരു ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമാ. നിങ്ങൾ രണ്ടാളും വിചാരിച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ല. പക്ഷേ നിങ്ങളുടെ യാത്രക്കിടെ ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ ഡോക്ടർ ഉണ്ടാവും. ഗണജയായ നമഃ. ഓം ഗണപതയെ നമഃ. ഓം ഹേരംഭായ നമഃ. ഓം ധരണീധരായ നമഃ. ഓം മഹാഗണപതയെ നമഃ. ഓം ലക്ഷ്യപ്രദായ നമഃ. ഓം ക്ഷിപ്രപ്രസാദായ നമഃ. ഓം അമോഘസിദ്ധയെ നമഃ. ഓം അമിതായ നമഃ. മോളെ മടിയിൽ കിടത്തി തരട്ടെ പ്രീതി? പാർക്കുട്ടി വന്നേ. ഓ, ഇനി കുറച്ചു നേരം ശാലിനി എടുത്തോണ്ട് അങ്ങ് നടക്കട്ടെ. അതെ. അയ്യോടാ, അവള് കാര്യം സാധിച്ചല്ലോ. ഉണ്ണിമൂത്രം പുണ്യാഹമെന്നല്ലേ? എന്നാലും വേണ്ട തിരുമേനി. ശാലിനി, അവളെ വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് വാ.
മോളെ നീ ഇന്ന് വേർക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ കൂടി നിൽക്കണ്ട. അവിടെ ആകുമ്പോ ഫാൻ്റെ കാറ്റുണ്ട്, കുറച്ച് നീക്കാം. ഇങ്ങോട്ട് മാറി നിൽക്കടി. ഇതെന്താ ഇത്? ഇവിടെ നിന്നോണം. ഈ വീൽ ചെയർ ഇവിടുന്ന് മാറ്റുന്നവരെ. ഞാൻ എന്താ കാളയോ പോത്തോ മറ്റാണോ? നിങ്ങൾ കെട്ടുന്ന കുറ്റിയിൽ കിടന്ന് കറങ്ങാൻ? കറങ്ങിയ കൊന്നുകളഞ്ഞാൽ. ചൂണ്ടിക്കാണിക്കുന്നിടത്ത് നിന്നോണം പ്രീതിയുടെ മുന്നില്. കാളയും പോത്തൊക്കെ നിന്നെക്കാളും എത്ര ഭേദമാടി. പ്രീതി അവിടെ മുകളിൽ മോളെ, അമ്മേ, പാറു. മോളെ, മോളെ, മോളെ പാറു, ഏയ് ഇങ്ങോട്ട് വരല്ലേ. വിഷ്ണുട്ടാ, മോളെ. അയ്യോ ശാലിനി, കുഞ്ഞ്. മോളെ അങ്ങ് മാറ്. ശാലിനി അവിടെ ഉണ്ടായിരുന്നല്ലോ. ശാലിനി മോളെ ആരെങ്കിലും പേടാ. മോളെ ശാലിനി. മോളെ, അയ്യോ, ആരെങ്കിലും ഒന്ന് പോയി പിടിക്ക്. മോളെ, മോളെ, അവിടെ നിക്ക് മോളെ. മോളെ ഏയ് ഇങ്ങോട്ട് വരല്ലേ. അങ്ങ് മാറ്. വിഷ്ണുട്ടാ, എന്റെ കുഞ്ഞ്. അയ്യോ. മോളെ, പാറു. അയ്യോ. മോളെ, വിഷ്ണുട്ടാ, പാറു. അയ്യോ. മോളെ, അയ്യോ, അർജുനേട്ടാ. നമ്മുടെ കുഞ്ഞ് പാറു. മോളെ അയ്യോ, മാറു മോളെ. ശാലിനി, മോളെ നോക്ക്. പാറു, മോളെ. ശാലിനി, എന്താ ശാലിനി ഇത്? ശ്രദ്ധിക്കണ്ടേ? മോളെ പ്രീതി, അമ്മേ, മോളെ പാറു.
ഇരിക്കണ്ട കേട്ടോ. അടിപൊളി. അടി കൊണ്ടിരുന്ന അവളുടെ ചെകിട് പൊളി. എന്റെ പൊന്നും പോലെ. മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ. ശാലിനി, എന്താണ് കാണിച്ചത്? സത്യാമേ, എന്താടാ? ദേ നോക്ക്, നമ്മുടെ പ്രീതി അവൾ എഴുന്നേറ്റു. പാർക്കുട്ടിയെ കയ്യിൽ വാങ്ങി ഉമ്മയും വെച്ചു. അമ്മേ, പാറുക്കുട്ടി വീഴാൻ പോയത് ശാലിനിക്ക് പറ്റിയൊരു കൈപ്പിഴയല്ല. മനഃപൂർവ്വം തന്നെ ചെയ്തതാ. ഈ പ്രീതി എഴുന്നേൽപ്പിക്കാൻ പാറുക്കുട്ടിക്ക് അവളുടെ അമ്മയെ, അർജുന് തന്റെ ഭാര്യയെ, അച്ഛനും അമ്മയ്ക്കും തങ്ങളുടെ മകളെ പൂർണ്ണ ജീവനോടെയും ബോധത്തോടെയും മടക്കി കൊടുക്കാൻ അബ്ദുൽ ഖാദർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു നാടകം. പ്രീതിയുടെ മനസ്സിന് ശരീരത്തെ കൊണ്ട് ഇനിയും അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും. ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ മിറക്കിൾ സംഭവിക്കേണ്ടത് ശാലിനിയിലൂടെയാ. ശാലിനി എന്തു പറയുന്നു? ചലഞ്ച് ഏറ്റെടുക്കാനുള്ള ധൈര്യമുണ്ടോ? ഡോക്ടർ, പക്ഷേ ഇതിന്റെ റിസ്ക്. റിസ്ക് കൂടുമ്പോഴല്ലേ റിസൾട്ട് കൂടൂ ശാലിനി. കൂടുതൽ ആലോചിച്ചാൽ ഒന്നും നടക്കില്ല ശാലിനി. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. IAS ഓഫീസറൊക്കെ ആവേണ്ട ആളല്ലേ ശാലിനി. ഇതുപോലത്തെ പ്രതിസന്ധികൾ ഇനിയും ഉണ്ടാവും. അതൊക്കെ അഭിമുഖീകരിക്കണ്ടേ? ഷുവർ ഡോക്ടർ, നമുക്കിത് ചെയ്യാം. ദാറ്റ്സ് സ്പിരിറ്റ്. ഞാനില്ലേ കൂടെ. വിഷ്ണുട്ടാ, ഡോക്ടർ എവിടെ? പോയി. പോയെന്നോ? അതെ, ഈ പ്ലാൻ ഫലിക്കുമെന്ന് അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. മരുന്നിനേക്കാൾ ഫലം ചെയ്യുക രോഗിക്ക് ഡോക്ടറോടുള്ള വിശ്വാസമാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു.
അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ കിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധി. പാർവണങ്ങൾ പടിവാതിൽ ചാരുമൊരു മനസ്സിൻ നടവഴിയിൽ രാത്രി നേരമൊരു യാത്ര പോയ നിഴലവിടെ വിളി കേൾക്കാം. സത്യഭാമയുടെ ഏറ്റവും വലിയ സ്വത്ത് വിഷ്ണു ശാലിനിയും ചേർന്ന് മടക്കി തന്നത്. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലെന്ന് കരുതിയ സ്വത്ത് ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം ഇവൾക്ക് വേണ്ടി ചെലവാക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അമ്മേ, തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ മിഴിനെ ചിമ്മി തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ. ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ.
കതിരൊളിയോ മരിച്ചേരോടെ വിളിയിട ചുമ്മി തൊഴുതുണരാനെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ഇനി ആരാ ചോറ് കൊടുക്കാനുള്ളത്? അമ്മാവനും അമ്മായും ഉണ്ട് ഇനി പറഞ്ഞത് കേട്ടില്ലേ? വിഷ്ണു, പാറുവിന്റെ അച്ഛൻ ഇതിന്റെ 10 ഇരട്ടി സമ്പാദിക്കുന്നുണ്ട് ഓരോ മാസവും. അച്ഛനോ? അർജുന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഞാനാരാ? ഞാൻ അവളുടെ അച്ഛൻ, ശാലിനി അവളുടെ അമ്മയും, ഞങ്ങളുടെ മോളാ. ഇനി അമ്മായി കൊടുക്കാം. പ്രീതി കോമയിൽ എഴുന്നേറ്റ് വരണമെന്ന് തന്നെയാ നമ്മുടെയൊക്കെ പ്രാർത്ഥന. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അപ്പം ഈ കുഞ്ഞിന് വിട്ടുകൊടുക്കേണ്ടി വരും.